എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 2ന്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് തിയറി പോർഷൻ ആണുള്ളത്. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സീവർ അപ്പർട്ടനൻസസ്, സെക്കൻഡ് വൺ സിസ്റ്റംസ് ഓഫ് സീവറേജ്. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ കവർ ചെയ്താണ്. അതിനകത്ത് പ്രോബ്ലത്തിന്റെ പാർട്ടായിട്ട് സിസ്റ്റംസ് ഓഫ് സീവറേജ് വരുന്നത് കൊണ്ട് ഞാൻ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, അതായത് നമ്മൾ ഇതിന്റെ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് പാർട്ട്. ഈ 3 പാർട്ടാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. കംപ്ലീറ്റ് തിയറിയാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടും ഇതിനകത്ത് ഇല്ല. അപ്പം നമുക്ക് പോർഷൻസിലേക്ക് മൂവ് ചെയ്യാം. ഇല്ല, എന്താണ് സീവർ അപ്പർട്ടനൻസസ്? അപ്പർട്ടനൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പാർട്സ് എന്തൊക്കെയാണ്, അതേപോലെ നമ്മൾ സീവറിന്റെ പാർട്സിനെയാണ് നമ്മൾ സീവർ അപ്പർട്ടനൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ അപ്പർട്ടനൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാൻഹോൾ ആണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാൻഹോൾ എന്താന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത് ക്യാച്ച് ബേസിൻ, പിന്നെ ഫ്ലഷിംഗ് ഡിവൈസസ്, ദെൻ ഇൻവേർട്ടഡ് സൈഫൺ, പിന്നെ വെന്റിലേഷൻ ഓഫ് സീവേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സീവർ അപ്പർട്ടനൻസസിനകത്ത് വരുന്നത്. മാൻഹോള്, ക്യാച്ച് ബേസിൻ, ഫ്ലഷിംഗ് ഡിവൈസസ്, ഇൻവേർട്ടഡ് സൈഫൺ, വെന്റിലേഷൻ ഓഫ് സീവേഴ്സ്. പിന്നെ ഈ മൊഡ്യൂളിൽ വരുന്നത് സീവറേജ് സിസ്റ്റംസ്. ഇപ്പൊ സീവറേജ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്ത പോലെ നമ്മൾ കമ്പൈൻഡ് സിസ്റ്റം, സെപ്പറേറ്റ് സിസ്റ്റം, പാർഷ്യലി കമ്പൈൻഡ് ഓർ സെപ്പറേറ്റ് സിസ്റ്റം, ഈ 3 സിസ്റ്റംസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. സിസ്റ്റംസ് ഓഫ് സീവറേജിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെയുള്ളത് സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സീവേജ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1ൽ പഠിച്ചതുപോലെ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ചെയ്യുന്നു. അതിനകത്ത് സെയിം നമ്മൾ എന്താണോ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ചെയ്തത് അതും ആണ് ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഇതിനകത്തും പഠിച്ചാണ്. വാട്ടർ ക്വാളിറ്റി, നോർമൽ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി അനാലിസിസിലും പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് BOD നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് സ്റ്റേജ് BOD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ വേസ്റ്റ് വാട്ടർ, ദെൻ പോപ്പുലേഷൻ ഇക്വിവാലന്റ്. ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അപ്പം this is the second module syllabus. That is, first one we are going to cover about the sewer appurtenances, then the sewerage systems that we have already covered in the first module, that is combined, partially combined and separate, then separate systems. These are going to mention in this chapter or this module. And the third topic is sewer characteristics. This is the wastewater quality analysis that we have already learned in water quality analysis in environmental engineering 1. That is physical analysis, chemical analysis, and biological. These 3 are the quality analysis used for wastewater quality parameters. Okay. In this, main is the BOD, that is biological oxygen demand or biochemical oxygen demand, and chemical oxygen demand, relative stability, and population equivalent. These are the main terms that we are going to discuss in this module 2. Next, we will move on to the next slide. Sewer appurtenances. The main sewer appurtenances are manholes, catch basins, flushing devices, and inverted siphon. We will discuss one by one. First one is the manhole. What is a manhole? This word is pretty familiar to you. That is, the manhole cleaning is difficult, and certain peoples are used for cleaning these manholes, and that condition is the pathetic condition of that workers
who handles the manhole maintenance and waste removal from manhole. And you know the name manhole. This manhole is an opening by which man may enter a drain or sewer or other closed structure for inspection, cleaning and maintenance operation. ഈ മാൻഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കേട്ടിട്ടുള്ള ഒരു ടേമാണ് അല്ലെ. നമ്മൾ മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന കുറെ വർക്കേഴ്സിന്റെ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട് അല്ലെ. പിന്നെ അതേപോലെ അതായത് ഇപ്പം പണ്ടത്തെ തോട്ടിപ്പണി എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു ആ ലെവലിൽ കണക്കാക്കുന്ന ഒരു ജോബാണ് ഈ പറയുന്ന മാൻഹോൾ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേസ്റ്റ് വാട്ടർ ആണ് അതിൽ കൂടെ കടന്നു വരുന്നത്. അപ്പൊ ആ വേസ്റ്റ് വാട്ടറിൽ ഫുള്ളായിട്ട് മുങ്ങിയിട്ട് ആണ് ഈ അതിന്റെ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് വർക്ക് ഒക്കെ നടത്തുന്നത്. അപ്പൊ ആയിട്ടുള്ള കണ്ടീഷനാണ് ഈ മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന വർക്കേഴ്സിന് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ വേർഡ് കൂടുതലായിട്ട് കേട്ടതാണ്. മാൻഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഓപ്പണിങ്. നമുക്ക് അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് ഇറങ്ങി അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ ഇറക്ഷൻ വർക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോളിനെയാണ് മാൻഹോൾ എന്ന് പറയുന്നത്. ഈ മാൻഹോളിൽ കൂടെ മാനിന് എൻ്റർ ചെയ്യാൻ പറ്റണം, ഒരു മനുഷ്യന് ഉള്ളിലേക്ക് കയറാൻ പറ്റണം. അതാണ് manhole. This is the structure of a manhole. You can see a man entering into a manhole in the picture given in the slide. For cleaning these sewage or wastewater pipelines, here you can see the entrance will be from your street or any where you can access easily, and all kinds of sewers these manholes are provided, and where the inverted siphons are provided, there also we are providing these manholes. And this is the basic structure of manhole that you can see from the figure. And this is the physical how we appear, that is closed manhole is given in the last figure, where a lid is provided for closing the manhole, and by removing or opening the lid, a man can enter into the sewer or the opening there for cleaning, maintenance, or for whatever work has to be done inside that structure. നിങ്ങൾക്കപ്പം ഫസ്റ്റ് ഫിഗർ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് മാൻഹോൾ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് നോർമലി നമ്മൾ സീവർ പൈപ്പ് ലൈൻസിന്റെ ജംഗ്ഷൻസിലൊക്കെ എന്ത് കൊടുത്തിരിക്കും, മാൻഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതേപോലെ ഇൻവേർട്ടഡ് സൈഫൺസ്, നമുക്ക് എവിടെയെങ്കിലും ഡൈവേർഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വേസ്റ്റ് പോയി ഡംപ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മാൻഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതേപോലെ ഡിസൈൻ്റെ അകത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോപ്പുലേഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേസ്റ്റ് വാട്ടർ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സീവർ സിസ്റ്റം, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഒരു മാൻഹോള് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ആ മാൻഹോള് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഈ ജംഗ്ഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഒരു മനുഷ്യന് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ടോപ്പില് സാധാരണയായിട്ട് ഇരുമ്പ് കൊണ്ടുള്ള നല്ല വെയിറ്റ് ഉള്ള ലിഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. മേ ബി ഓഫ് മെഷ് ടൈപ്പ് ഓർ ബൈ ഈ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ലിഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ എൻറ്റർ ഇൻ ടു ദ മാൻഹോൾ ത്രൂ ദിസ് ഹോൾ. നമുക്ക് അതിന് കൂടെ എൻറ്റർ ചെയ്യാം. എൻറ്റർ ചെയ്തിട്ട് മെയിൻ്റനൻസ് വർക്ക്, അതിൻ്റെ ക്ലീനിങ് വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ ഉള്ളിൽ വർക്ക് ഉള്ളത് അത് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ഫിഗേഴ്സ് ആണ്. അതിനകത്ത് താഴെയുള്ള ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് മാൻ അതിനകത്തേക്ക്, ഒരു മനുഷ്യൻ അതിനകത്തേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അതിന്റെ ലാസ്റ്റ് ഫിഗർ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മാൻഹോൾ ആണ്. രണ്ടാമത്തെ നടുക്കുള്ള ഫിഗർ ഫോട്ടോ എന്ന് പറയുന്നത് അത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. മുകളിലുള്ള രണ്ട് സ്ട്രക്ചറും ഇതിനകത്ത് വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ രണ്ട് സ്ട്രക്ചറും എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ,
This is the definition of manhole. That is, manholes are openings on either circular or rectangular in shape, constructed on the alignment of a sewer line to enable a person to enter the sewer cleaning or flushing. Then next point to be noted is that they serve as ventilators for sewers by provisions of perforated manhole covers. Okay, they are these mesh type lids are provided for proper ventilations. And the next point is also they facilitate the laying of sewer lines in a convenient length. Okay, at a particular interval, a manhole to be provided. And the manholes are provided at all junctions of 2 or more sewers whenever diameter of sewer changes, whenever direction of sewer line changes, and when sewers of different elevations joins together. If there is a possibility of accumulation of these deposits or waste inside the sewer pipelines, there should be a manhole to be provided for removing these waste and maintaining these sewer pipelines. അപ്പോൾ മാൻഹോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ ആണ് ഇത് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് സർക്കുലർ ഓർ റെക്ടാങ്കുലർ ഓപ്പണിംഗ് ആണ്. അതിനുള്ളിലേക്ക് ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് അത് ഫ്ലഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ള ഹോളായിരിക്കും അത്. അത് ഓൾസോ പ്രൊവൈഡഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട്, വെന്റിലേഷന് വേണ്ടിയിട്ട്. നമുക്ക് ഈ സീവർ പൈപ്പ് ലൈൻസിന് ഉള്ളിലുള്ള കംപ്ലീറ്റ് നമുക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മീഥേൻ ഫോർമേഷൻ നടക്കും. അതേപോലെ ഹൈഡ്രജൻ സൾഫൈഡിന്റെ ഫോർമേഷൻ ഒക്കെ ഇതിന് ഉള്ളിൽ ഈ റോട്ടൺ ആയിട്ടുള്ള വേസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതിനകത്ത് ഗ്യാസസ് ഫോം ചെയ്യും. ആ ഗ്യാസസിനെ വെന്റിലേറ്റ് ചെയ്ത് പുറത്ത് കളയാനുള്ള ഒരു വെന്റിലേറ്റേഴ്സ് ആയിട്ടും മാൻഹോൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഐദർ നമ്മൾ സെപ്പറേറ്റ് വെന്റിലേഷൻ സിസ്റ്റം പുറത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലിഡ് എന്ന് പറയുന്നത് ഓപ്പൺ ലിഡ് ആയിരിക്കും. അതായത് മെഷ് ടൈപ്പിലുള്ള ലിഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകുക. പിന്നെ അതേപോലെ നമുക്ക് അറ്റ് കൺവീനിയന്റ് ലെങ്ത്തിൽ നമ്മൾ ഒരു ഇന്റർവെല്ലിൽ മാൻഹോള് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ നമ്മൾ എല്ലാ ജംഗ്ഷൻസിലും എന്ത് കൊടുക്കണം, 2 or more സീവേഴ്സ് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻസിലൊക്കെ ഈ പറയുന്ന മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഡയമീറ്റർ ചേഞ്ച് വരുന്ന സീവർ പൈപ്പ് ലൈനിന്റെ ഡയമീറ്റർ ചേഞ്ച് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇത് കൊടുത്തിരിക്കണം. അതുപോലെ എലിവേഷൻ ചേഞ്ച്, ഒരു പെർട്ടിക്കുലർ എലിവേഷൻ സീവർ പൈപ്പ് ലൈൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മാൻഹോൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പം ഡയറക്ഷൻ ചേഞ്ച്, ഇതിപ്പം ഒരു ഡയറക്ഷന് സീവർ വന്നു വേറൊരു ഡയറക്ഷനിലേക്ക് ആണ് മാറിപ്പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ജംഗ്ഷൻസ് കൊടുത്തിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താണ്, ഈ വേസ്റ്റിന്റെ അക്യുമുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെഡിമെന്റ് ഡെപ്പോസിഷൻ ആൻഡ് വേസ്റ്റ് അക്യുമുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന സ്ഥലത്തൊക്കെ മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ മാൻഹോൾസ് ആണ്. സ്പെഷ്യൽ മാൻഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ചേംബേഴ്സ് ആണ്. നമുക്ക് ലാർജ് സീവേഴ്സ്, അതായത് മാൻഹോൾ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് 2 ലാർജ് സീവേഴ്സിനെയാണ് നമ്മൾ ജംഗ്ഷൻ ചേംബേഴ്സ് എന്ന് പറയാം. ഈ ജംഗ്ഷൻ ചേംബേഴ്സ് നോർമൽ മാൻഹോളിനെക്കാളും സൈസ് കൂടുതലായിരിക്കും. അപ്പം അതിനകത്ത് ഇറങ്ങി ഒരു 1-2 പേർക്ക് ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഈ ജംഗ്ഷൻ ചേംബേഴ്സിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ ഡ്രോപ്പ് മാൻഹോൾ, when the difference in elevation of invert levels of incoming and outgoing sewers of the manhole is more than 60 centimeter, the interception is made by dropping the incoming sewer vertically outside and then it is joined to the manhole chamber. Okay, ഇതിനകത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡ്രോപ്പ് മാൻഹോൾ ആണ് ഉണ്ടാകുക. അതായത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ താഴെയായിരിക്കും നമുക്ക് മാൻഹോൾ ഉണ്ടാകുക. അതായത് ലാർജ് ഡിഫറൻസ് ഇൻ എലിവേഷൻ, 2 ഇൻവേർട്ടർ ലെവൽസ് തമ്മിൽ ലാർജ് എലിവേഷൻ ഡിഫറൻസ് ഉണ്ടാകുമ്പം ഇൻകമിങ് പൈപ്പ് ലൈനും ഔട്ട് ഗോയിങ് സീവറും തമ്മിൽ ഒരു മാൻഹോളിൽ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ എലിവേഷൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 സെന്റിമീറ്ററിൽ മുകളിൽ ഉണ്ടാവുമ്പം
ഒരു ഇന്റർസെപ്ഷൻ ഉണ്ടാക്കും. അതായത് പിന്നെ ഈ വരുന്ന പൈപ്പ് ലൈന് ഒരു ഡ്രോപ്പറിലേക്ക് വരും, ഒരു ഡ്രോപ്പിംഗിലേക്ക് വരും, വെർട്ടിക്കലി ഔട്ട്സൈഡ്, ആൻഡ് ഇറ്റ് ഈസ് ജോയിന്റഡ് ടു ദ മാൻഹോൾ ചേംബർ. അത് മാൻഹോൾ ചേംബറിലേക്ക് ജോയിൻ ചെയ്യും. ഡയറക്റ്റ് ഏതിലേക്ക് കൊടുക്കില്ല, ഔട്ട് ഗോയിങ്ങിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. അത് ഒരു ഡ്രോപ്പിംഗിലേക്ക് വന്നിട്ട് അവിടുന്ന് മാൻഹോളിലേക്ക് പോകും. ആ മാൻഹോളിൽ നിന്നാണ് നെക്സ്റ്റ് ഏതിലേക്ക് പോവാ, ഔട്ട് ഗോയിങ് സീവറിലേക്ക് പോവാ. ദെൻ ഫ്ലഷിംഗ് മാൻഹോൾസ്, ദേ ആർ located at the head of a sewer to flush out the deposits in the sewer with the water. ഇത് നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സെഡിമെന്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും, പെർട്ടിക്കുലർലി നമ്മൾ മാൻഹോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ജംഗ്ഷൻസിലും നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് വരുന്ന സ്ഥലത്തും ഒക്കെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഈ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സെഡിമെന്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. ഈ സെഡിമെന്റ് ഡെപ്പോസിഷൻ ഉണ്ടായി കഴിയുമ്പം ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ളതാണ് ഹോൾസ്. അപ്പം അത് സീവറിന്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് നമ്മൾ വാട്ടർ വെച്ച് അടിച്ച് കലക്കി പമ്പ് ചെയ്ത് പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന മാൻഹോൾസിനെയാണ് ഫ്ലഷിംഗ് മാൻഹോൾസ് എന്ന് പറയുന്നത്. സോ ദ സ്പെഷ്യൽ മാൻഹോൾസ് ആർ ജംഗ്ഷൻ ചേംബേഴ്സ്, ഡ്രോപ്പ് മാൻഹോൾസ് ആൻഡ് ഫ്ലഷിംഗ് മാൻഹോൾസ്. ഇൻ ജംഗ്ഷൻ ചേംബർ, if two sewer pipelines having a large diameter, then these junction chambers are used. There will be more space for working inside that junction chamber. And the drop manhole, if the level difference between the incoming sewer and the outgoing sewer is more than 60 centimeter, then we construct a drop manhole. Then this incoming sewer is directly connected to this manhole, and from this manhole the outgoing sewer pipelines are connected. This is for eliminating this particle deposition inside the sewer pipeline. In the manhole, we can clean it periodically by using or flushing the manhole and pumping it out. Then the third one is flushing manholes. These are used for flushing the sediments deposited inside the manhole, and these are the special types of manholes. This is first figure is the junction manhole, and the second one is the flushing manhole. This is a drop manhole. You can see the cross section here. Then the second appurtenance is the street inlets. Here you can see in the figure itself what is a street inlet. The street inlets are the openings through which stormwater is admitted and conveyed to the storm sewer or combined sewer. The inlets are located by the sides of the pavement with a maximum spacing of 30 meters. These street inlets are provided for collecting stormwater from the street to the sewer pipelines, or these stormwater sewer pipelines, or to the combined sewer pipelines. These are provided at an interval of 30 meters throughout the sewer pipeline, where the sewers are provided in the street itself. Next, we will move on to the next slide. Straight inlets എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രീറ്റ് ഇൻലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിൽ കൂടെ ഒഴുകി വരുന്ന മഴവെള്ളമുണ്ട് അല്ലെ, സ്റ്റോം വാട്ടർ ഉണ്ട്. ഈ സ്റ്റോം വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിന്റെ സൈഡില്, സ്ട്രീറ്റിന്റെ സൈഡില്, പിന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇത് പ്ലാൻ അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് നോർമലി ഈ സ്ട്രീറ്റ് ഇൻലെറ്റ്സ് കൊടുക്കാറുള്ളത്. അപ്പൊ സ്ട്രീറ്റിന്റെ സൈഡിൽ നമ്മൾ ഇതിന് സ്റ്റോം വാട്ടർ സീവറിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻലെറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സ്ട്രീറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി 30 മീറ്റർ ഇന്റർവെല്ലിലാണ് ഈ സ്ട്രീറ്റ് ഇൻലെറ്റ്സ് കൊടുക്കുന്നത്.
അപ്പം ഇതിനകത്ത് നമുക്ക് സാധാരണയായിട്ട് 2 ടൈപ്പ് ഇൻലെറ്റ്സ് ആണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ ഇൻലെറ്റ്, ഒന്ന് ഹൊറിസോണ്ടൽ ഇൻലെറ്റ്. പേര് പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഇത് നമ്മള് സ്ട്രീറ്റ് ആണെങ്കിൽ, ഇത് നമ്മളെ റോഡാണെങ്കിൽ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡ്രെയിനേജ് ചിലപ്പോൾ ഒരു എലിവേഷനിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക, അല്ലെ, ഒരു ഡിപ്പിലായിരിക്കും ചിലപ്പോൾ റോഡ് ഉണ്ടാകുക, സെയിം ലെവലിലായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു എലിവേഷനിൽ നമ്മളെ ഡ്രെയിനേജ് കിടക്കുമ്പം ഈ വാളിലായിരിക്കും നമ്മൾ സ്ട്രീറ്റ് ഇൻലെറ്റ് കൊടുക്കുന്നുണ്ടാകുക. അപ്പൊ അതിനെ നമ്മൾ വെർട്ടിക്കൽ ഇൻലെറ്റ് എന്ന് പറയാം. ഇപ്പം റോഡിന്റെ അതേ ലെവലിലാണ് ഡ്രെയിനേജ് കിടക്കുന്നതെങ്കിൽ, അതായത് സീവർ പൈപ്പ് ലൈന് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന റോഡിന്റെ അതേ ലെവലിൽ പാരലൽ ആയിട്ട് നമ്മൾ സ്ട്രീറ്റ് ഇൻലെറ്റ്സ് കൊടുക്കും. അത് ഹൊറിസോണ്ടലി നമ്മൾ വെള്ളത്തിന് ഉള്ളിലേക്ക് എടുക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് horizontal inlet. Of the straight inlets, that is vertical inlets, and the horizontal inlet. If the drainage pipelines or the sewer pipelines are little elevated than the road level, then the street inlets are provided by the side of this vertical wall provided on the drainage or the sewer pipeline. Then through this vertical opening, the storm into the sewer pipeline. In the horizontal inlet, if the level of road or street is same as that of the sewer pipeline, then the horizontal openings are provided to enter the storm water into the sewer pipeline. These two are the types of straight inlets that we are provided. Next, we will move on to the next slide. Next is the catch basin. Next appurtenance is the catch basin. What is a catch basin? Straight inlet with additional small settling chambers provided. These small settling chambers are known as catch basins. These small settling chambers having diameter 60 to 90 centimeter and 60 to 70 centimeter, 75 centimeter deep, which are constructed below the straight inlets, and need periodical cleaning as settling of organic matter causes breeding of mosquitoes and produces foul smell. These are the chambers provided for settling the sediments that entering from the stormwater, and this has to be removed without entering into the sewer pipeline. So this is the purpose of constructing catch basin, and these catch basins are of size, diameter, that is 60 to 90 centimeter, and the depth of these basins are 60 to 75 centimeter. And sometimes this water enter into the catch basin and it will deteriorate and produce foul smell inside the sewer pipeline and inside the catch basin. കാച്ച് ബേസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻലെറ്റിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് കാച്ച് ബേസിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടി ഒഴുകി വരുന്ന സ്റ്റോം വാട്ടർ ഡയറക്റ്റ് ആയിട്ട് സീവർ പൈപ്പ് ലൈനിന്റെ ഉള്ളിലേക്ക് കളക്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് സെഡിമെന്റ്സ് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഈ സീവർ പൈപ്പ് ലൈനിൽ എത്തുകയും അവിടെ ഡെപ്പോസിഷൻ നടന്നിട്ട് നോർമൽ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സെഡിമെന്റ് ഡെപ്പോസിഷൻ ഏർലി ആയിട്ട് നടന്നിട്ട് ഈ സെഡിമെന്റ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് കാച്ച് ബേസിൻ എന്ന് പറയുന്നത്. അപ്പൊ കാച്ച് ബേസിനിൽ സ്റ്റോം വാട്ടർ എൻട്രിയും അവിടെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് സെഡിമെന്റ്സ് അവിടെ ഡെപ്പോസിറ്റ് ആവും, വേസ്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവും. എക്സ്ട്രാ ഉള്ള വെള്ളം അല്ലെങ്കിൽ അതിന് ഓവർഫ്ലോ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഇതിനകത്തേക്ക് പോവുക, സീവർ പൈപ്പ് ലൈനിലേക്ക് പോവുക. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് നമുക്ക് എന്താണ് ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടായിട്ട് കൊതുക് വളരാനും ഒക്കെ കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫിഗർ എങ്ങനെയാ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് നോർമൽ കാച്ച് ബേസിൻ എന്ന് പറയുന്നത്. അതിന്റെ മേലെയുള്ള ബ്ലാക്ക് പോർഷൻ എന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് പോർഷൻ അതിന്റെ നമ്മള് വെള്ളം വരുന്ന നിങ്ങളെ സ്റ്റോം വാട്ടർ ഇൻലെറ്റ് ആണ്. അതിനകത്ത് ഡയറക്റ്റ് വെള്ളം താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹുഡ് കാണാം. ഈ ഹുഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റുകൾ ഉണ്ടാവും.
ആ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സീവർ പൈപ്പ് ലൈനിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സെഡിമെന്റ് ഡെപ്പോസിഷൻ നടക്കും. ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് ഉള്ളിലേക്ക് കടക്കാതെ ഇത് തടയും. എന്നിട്ട് ബാക്കിയുള്ള വെള്ളമാണ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുക, സീവർ പൈപ്പ് ലൈനിലേക്ക് എൻ്റർ ചെയ്യാം. എനദർ മെത്തേഡാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മേലെ നിന്ന് തന്നെയാണ് വെള്ളം എൻ്റർ ചെയ്യുന്നത്. നോർമൽ എൻട്രി കഴിഞ്ഞതിന് ശേഷം സെഡിമെന്റ് ഡെപ്പോസിഷൻ കഴിഞ്ഞിട്ട് അത് ഡയറക്റ്റ് സീവർ പൈപ്പ് ലൈനിലേക്ക് പോകും. നെക്സ്റ്റ് ഉള്ളത് ഇൻവേർട്ടഡ് സൈഫൺ ആണ്. അപ്പം ഇൻവേർട്ടഡ് സൈഫൺ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻസ്. നമ്മള് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മള് വെള്ളമുള്ള ആ ഏരിയയിൽ വെള്ളമുള്ള ലൈന് അത് ഗ്രൗണ്ട് സർഫസിന് മേലെയാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടഡ് സൈഫൺ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്താന്നുള്ളത് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന്റെ മേലെ ഇടേണ്ടി വരും, അല്ലെങ്കിൽ അടിയിൽ ഇടേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻവേർട്ടഡ് സൈഫൺ ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്കിപ്പം ചില സ്ഥലത്ത് നമുക്ക് മേലെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റെയിൽവേ വരുന്ന സ്ഥലത്ത്, റോഡ് വരുന്ന സ്ഥലത്ത്, ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഈ പറയുന്ന ഇതിനെ മേലെ കൂടി ഒന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അണ്ടർഗ്രൗണ്ട് കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ആ കേസിൽ ചിലപ്പോൾ ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ മേളിലായിരിക്കും വരുന്നുണ്ടാകുക. അപ്പൊ എന്തായിരിക്കും, സ്മൂത്ത് ഫ്ലോ നടക്കാതിരിക്കുമ്പം അത് പ്രശ്നമാവും. അപ്പൊ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് സൈഫൺ കൊടുക്കുന്നത്. അപ്പം in inverted siphon, the HGL, that is hydraulic gradient line, is above the flow line, whereas the true siphon, the HGL is below the flow line. അതായത് ശരിക്കും ഒരു സൈഫണിലാണെങ്കിൽ HGL-ന് താഴെയായിരിക്കും നമുക്ക് നോർമൽ ഫ്ലോ ലൈൻ വരിക. പക്ഷെ ഇൻവേർട്ടഡ് സൈഫണിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, HGL ഫ്ലോ ലൈനിന് മേലെ വരും. അപ്പം ഇതിന് നമ്മൾ ഡിപ്രസ്ഡ് സീവർ എന്നും കൂടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് എൻ ഇൻവേർട്ടഡ് സൈഫൺ? ഇഫ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ ഈസ് എബവ് ദ ഫ്ലോ ലൈൻ, that is the flow pattern, that is flow line is the line at which the flow happens inside the sieve, that is the flow line. If the flow line is below the hydraulic gradient, the water level in that particular area, then we are using inverted siphon. In the original siphoning process, in the normal direct siphon process, the HGL should be below the flow line. Here, if this is the case where the HGL is above the flow line, in that case, these inverted siphons are used. You can understand by explaining with the help of figure. Here, the upstream pipe is shown and the downstream pipe is shown. The downstream pipe is placed or located a slight below the upstream pipe, and these two pipes are connected using an inverted siphon, and the flow line is below the hydraulic gradient line. You can see the hydraulic gradient line and you can see the flow line here. And for accessing the smooth flow inside the pipeline, the pipe provided after the upstream pipeline will be a lesser diameter one, so that the pressure inside the pipeline should be increased and the flow will be smooth. And again, pipe will be in the downstream side also, the pipe will be. Then again, inverted siphon with explanation. If the length of the siphon is more, hatch boxes are to be provided at about 100 meters. These hatch boxes are the same as like our manholes for accessing the siphon. These are provided if we are crossing a river or a sea channel, etc. For these wastewater sewer pipelines.
There should be vent pipes in hatch boxes. These vent pipes are provided for proper ventilation of these foul smell gases from these siphons. And the changes in direction of inverted siphon should be gradual. That is, a sudden change direction should not be allowed in the design of inverted siphon because it is laid below the hydraulic gradient line. The design of siphon should be made on the basis of pipes running full or under pressure. Okay. Then the inlet chamber should be provided with the screens so as to remove the coarser silt and debris. Inlet chambers are to be provided inside in the inverted siphon for removing the coarser silt and debris from the channel. And the manhole should be provided at each ends of the siphon to enable barrels to be cleaned. These are a sudden direction change or sudden diameter change inside the pipeline. So we have to provide manholes at both ends of these siphons. It is advisable to provide a diversion in for the siphon so that if the siphon is getting choked, the sewage can be diverted. You have to provide an extra channel for the flow of this wastewater. If one channel is blocked, another channel can be used. I hope you understood this. Length നമുക്ക് കൂടുതലാണെങ്കിൽ അതിന്റെ നടുക്ക് എന്ത് കൊടുക്കണം? ഹാച്ച് ബോക്സസ്, അത് ആക്സസ് ചെയ്യാനുള്ള ഹാച്ച് ബോക്സസ് നമ്മൾ കൊടുക്കണം 100 മീറ്റർ ഇന്റർവെല്ലില്. ഇത് എവിടെയാണ് യൂസ്ഫുൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു റെയിൽവേ ചെയ്യുന്നു, അതായത് നല്ല ലെങ്ത് ഉള്ള, നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ റെയിൽവേ സ്റ്റേഷൻസ് അല്ല, നല്ല ബിഗ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസിനെ ക്രോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റേഴ്സ് ഓഫ് എന്തുണ്ടാവും, ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് ഓഫ് സൈഫൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് നമ്മൾ ഹാച്ച് ബോക്സസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഇൻവേർട്ടഡ് സൈഫൺസിന്റെ ഡയറക്ഷൻ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജുവൽ ആയിരിക്കണം. ഇപ്പൊ പെട്ടെന്ന് ഒരു ഡയറക്ഷൻ വെട്ടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. കാരണം വാട്ടർ നല്ല പ്രഷറിലാണ്, കാരണം ഹയർ ഡയമീറ്ററിന് ചെറിയ ഡയമീറ്ററിലേക്കാണ് വരുന്നത്. അപ്പൊ പ്രഷർ കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് വരുമ്പം ഇതിന്റെ വാളിൽ വന്നിട്ട് നല്ല പ്രഷർ ആയിരിക്കും. അപ്പൊ അവിടെ ബേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഗ്രാജുവൽ ആയിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ച് മാത്രമേ പാടുള്ളൂ. പിന്നെ ഉള്ളത് ഡിസൈൻ ഓഫ് സൈഫൺ ഷുഡ് ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പൈപ്സ് റണ്ണിങ് ഫുൾ ഓർ അണ്ടർ പ്രഷർ. അത് ഡിസൈനിന്റെ കേസിൽ നമ്മൾ ഫുൾ പ്രഷറിൽ, അതായത് ഫുൾ റണ്ണിങ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അണ്ടർ പ്രഷറിലുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. പിന്നെ ഇൻലെറ്റ് ചേമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, പ്രോപ്പർ ക്ലീനിങ് നടക്കണം. മാൻ ഹോൾസ് അതിന് രണ്ട് എൻഡിലും പ്രൊവൈഡ് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിലും കൊടുക്കണം, എൻഡിങ്ങിലും കൊടുക്കണം. കാരണം എന്താണ്, നമുക്ക് ഡയമീറ്റർ ചേഞ്ച് വരുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ ഡൈവേർഷൻസ് കൊടുക്കുമ്പം, അതായത് നമ്മൾ ഒരു ചാനൽ, ഒരു സൈഫൺ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എനദർ ഒരു ഡൈവേർഷൻ, ഒരു എക്സ്ട്രാ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ ചാനൽ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ആ ചാനലിൽ കൂടെ വേസ്റ്റ് വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ ഫിഗർ. നിങ്ങൾക്കിപ്പം കാണാം, ഫസ്റ്റ് ഫിഗറിൽ അക്യുഡക്റ്റിന്റെ അടിയിൽ കൂടെ പോകുന്ന സൈഫൺ കാണാം. നിങ്ങൾക്ക് അതേ ഒരു വാട്ടർ ബോഡീന്റെ അടിയിൽ കൂടെ പോകുന്ന സൈഫൺ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മാൻഹോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാണാം. അതേപോലെ രണ്ട് എൻഡിലും മാൻഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തുള്ള ഇൻവെർട്ടഡ് സൈഫൺ ആണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഇൻവെർട്ടഡ് സൈഫൺസിന്റെ ഫിഗേഴ്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് നമ്മുടെ സൈഡ് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ആദ്യത്തേത് കാണുന്നത്. രണ്ടാമത്തെ കാണുന്നത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂല് റെക്ടാങ്കുലർ ഷേപ്പിൽ കാണുന്നത് ആ വാട്ടർ ബോഡീനെയാണ് നമ്മൾ ആ റെക്ടാങ്കുലർ ഷേപ്പിൽ കാണുന്നത്. പിന്നെയുള്ളത് കാണുന്നത് നമ്മൾ ഇതിന്റെ പൈപ്പ് മാത്രം ഉള്ള, അതായത് വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ ആണ് ആദ്യം കണ്ടത്. നെക്സ്റ്റ് കണ്ടത് പ്ലാൻ ആണ്. താഴത്തത് കാണുന്നത് വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ആണ്. Then the flushing devices.
എന്താണ് ഫ്ലഷിംഗ് ഡിവൈസസ്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് ഡീബ്രിസും സെഡിമെന്റ്സും എന്തൊക്കെയാണോ അതിനകത്ത് ഡെപ്പോസിഷൻ വരുന്നത്, വേസ്റ്റ് അക്യുമുലേഷൻ വരുന്നത്, അതിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റണം. ദ ഡിവൈസസ് സ്റ്റോർ വാട്ടർ ടെമ്പററിലി ഫോർ പർപ്പസസ് ഓഫ് ഫ്ലഷിംഗ് ആൻഡ് ക്ലീനിങ് ദ സീവേഴ്സ്. Mainly in the case of sewer laid on flat gradients not producing self-cleansing velocity. Okay, the type of flushing tanks are hand operated flushing operation, then automatic flush tank. These are provided for devices provided for storing water temporarily for the purpose of flushing and sewers. Mainly in the case of sewer laid on ഫ്ലാറ്റ് സർഫസ്. ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റ് സർഫസ് ആകുമ്പോൾ എന്തുണ്ടാവില്ല, നമുക്ക് സ്ലോപ്പ് ഉണ്ടാവില്ല. സ്ലോപ്പ് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് എന്താണ്, കൂടുതലായിട്ട് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ 2 ടൈപ്പിലുള്ള ഫ്ലഷിംഗ് ടാങ്ക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഫ്ലഷിംഗ് ഓപ്പറേഷൻ ആൻഡ് ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് ടാങ്ക്. ദീസ് ആർ ദ 2 types of flushing tanks used as flushing devices. Then first one is hand operated flushing tank. These are outlet end of the manhole is closed by sluice valve. The sewage entering is collected in the manhole. The sufficient quantity is collected and outlet of manhole is opened suddenly. The sewage is allowed to enter the sewer, causing operation. This hand-operated flushing tank works on a principle that first we closes the manhole, that is the inlet of the manhole will be opened and the outlet will be closed. Then at a particular time, a certain quantity of sewage is collected inside the manhole. Suddenly, that is the outlet of the manhole is suddenly opened, and the water stored in the manhole will flow through the sewer pipeline, and it will clean the sewer pipeline after this manhole. This is the hand-operated flushing tank. ഈ ഹാൻഡ് ഓപ്പറേറ്റഡ് ഫ്ലഷിംഗ് ടാങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ലൂയിസ് വാൾവ് ഉപയോഗിച്ചിട്ട്, ഇതിനൊക്കെ വാൾവുകളും കാര്യങ്ങളും ഉണ്ടാവും, എല്ലാം ആ സിസ്റ്റം ഡിസൈൻ വരുന്നതാണ്. അപ്പൊ മാൻഹോളിന് എന്തുണ്ടാവും, ഒരു ഇൻലെറ്റ് ഉണ്ടാവും, വെള്ളം വരുന്ന ഒരു പൈപ്പ് ഉണ്ടാവും, വെള്ളം പോകുന്ന ഒരു പൈപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഇൻലെറ്റിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഔട്ട്ലെറ്റിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പൊ ഇൻലെറ്റ് കൂടെ ഈ മാൻഹോളിനകത്ത് വെള്ളം വന്ന് നിറയാം. അപ്പൊ നിറഞ്ഞിട്ട് ഒരു സർട്ടൺ ക്വാണ്ടിറ്റി മാൻഹോളിൽ വെള്ളം നിറഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാൾവ് പെട്ടെന്ന് സഡൻ ആയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വാട്ടർ ഓർ വേസ്റ്റ് വാട്ടർ ഇതിൽ കൂടെ പ്രഷറിൽ ഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ എന്താവും, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റും പിന്നെ ഡീബ്രിസും കാര്യങ്ങളും ഒക്കെ ഇതിന കൂടെ ഫ്ലഷ് ചെയ്തിട്ട് പോകും. ഇതാണ് ഹാൻഡ് ഓപ്പറേറ്റഡ് ഫ്ലഷിംഗ് ടാങ്ക്. ദെൻ രണ്ടാമത്തത്, ഇൻലെറ്റ് ആസ് വെൽ ആസ് ഔട്ട്ലെറ്റ് എൻഡ് ഓഫ് ദ manholes are closed. Then water from outside is made to enter into the manhole. Flushing is done by opening both the ends. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വേസ്റ്റ് വാട്ടറിനെ കൊണ്ടല്ല ഇത് ഫിൽ ചെയ്യുന്നത്. ചില കേസിൽ നമുക്ക് എന്തുണ്ടാവില്ല, വേസ്റ്റ് വാട്ടറിന്റെ ഫ്ലോ കാര്യമായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, മാൻഹോൾസിന്റെ 2 എൻഡും നമ്മൾ ക്ലോസ് ചെയ്യും. ഇൻലെറ്റും ക്ലോസ് ചെയ്യും, ഔട്ട്ലെറ്റും ക്ലോസ് ചെയ്യും. അപ്പൊ മാൻഹോളിനുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെ ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മൾ ലിഡ് തുറന്ന് അതിനകത്ത് പമ്പ് വെച്ചിട്ട് വെള്ളം വേറെ പമ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് 2 സൈഡിലേക്കും ഇതങ്ങ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും, നല്ല സ്പീഡിൽ വെള്ളം ഫ്ലോ ചെയ്യും. ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് ആക്ഷൻ നടക്കും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. തേർഡ് മെത്തേഡ്, hose pipe is connected to nearby fire hydrant and the other end is connected to the manhole of the sewer. This is done by flushing the manhole or flushing the sewer pipeline by using fire hydrants. The direct hose pipe is connected into the manhole and direct pumping out happens. And due to this large quantity of water entering into the manhole and
it will flow through these sewer pipelines and it will remove all the deposited debris and waste inside the sewer pipeline. This is the third method. First method is closing the outlet and collecting the wastewater inside the manhole and suddenly opening the outlet. Second method is closing the inlet and outlet of the and collecting water from outside and letting it let it open to remove all the waste and sedimented debris from the sewer pipeline. Third method is the direct flow of wastewater or water connected from the fire hydrants from outside of the. This is the hand operated flushing tank. Then automatic flushing tank. Automatic flushing tank is flushing operation is done automatically at regular intervals. The entry of water is regulated so as to fill the tank up to the discharge period equal to the flushing interval. A overflow pipe is provided to drain away the water in the case of tank overflows. In this type, automatic flush tanks are used. Here, the flushing operation done at a proper interval. And then this entry of water is regulated. That is at the discharge point, this entry of water is regulated, which is the period of discharge is regulated according to the flushing interval. Okay, an overflow pipe is also provided to drain away the water in the case of tank overflows. This is the figure of automatic overflow tank. You can see overflow pipes are shown, the sewer pipelines are shown. Next is the ventilation of sewers. Ventilation is also an important factor, important appurtenance in the sewer pipeline system. And these ventilation of sewers are done to maintain continuous flow and the disposal of sewer gases and prevention of unpleasant odors. And manhole with gratings is the first method of providing ventilation. And the second method is ventilating, and then the use of mechanical devices. Ventilation is provided to maintain a continuous flow. If an air pressure is inside the sewer pipelines, then the smooth flow or continuous flow inside the sewer pipelines will not happen. So we have to remove the gases inside the sewer pipeline at a certain interval. And these sewer pipeline sewer gases will cause foul smells also, and it will harmful for the workers who are working inside the sewer pipelines. The man who enters in the manholes for cleaning or maintaining the sewer pipelines also causes harmful effects due to these sewer gases. So we have to remove all these gases from the sewer pipelines. There are so many methods for ventilating the sewer pipelines. First one is manhole with gratings. That is, the manhole, the lid of the manhole is provided with a mesh. So all the gases will escape through this mesh or opening on the lid of the manhole. And the second, ventilating columns. These ventilating columns are provided for the manholes with a closed lid. And the separate pipe systems are provided from the manhole itself for ventilating the sewer gases outside the street. And these are provided above the ground level of that sewer pipeline. And these are provided at an upper end of every branch sewer, and this is placed
at a regular interval of 200 to 300 meter along the sewer line, and the location of the ventilating shaft should be such that it obtains sunshine maximum times a day. The ventilating columns consist of a vertical shaft made of cast iron or steel. At the top, copper wire dome is provided to prevent nesting of birds. I hope you understood what is a ventilating column. And then use of mechanical devices. The gases are forcefully removed using some mechanical devices by sucking the gases inside the sewer pipelines and venting out through some pipelines. ഇതാണ് നമ്മൾ മാൻഹോൾസിൽ യൂസ് ചെയ്യുന്ന വെന്റിലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വെന്റിലേഷൻ കൊടുക്കുന്നതിനാണ് നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്തൊരു പ്രഷർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ഫ്ലോ നടക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസസ് റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിന്റെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഇതിനകത്ത് പർപ്പസ്ഫുള്ളി നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ വർക്കിന് വേണ്ടി ഇറങ്ങുന്ന ആൾക്കാർക്ക് ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാൻഹോൾ വിത്ത് ഗ്രേറ്റിംഗ്സ് വെച്ചിട്ട്, വെന്റിലേറ്റിംഗ് കോളംസ് വെച്ചിട്ട്, പിന്നെ മെക്കാനിക്കൽ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ മാൻഹോൾസ് വിത്ത് ഗ്രേറ്റിംഗ്സ് എന്ന് വെച്ചാൽ മാൻഹോൾസിന്റെ നമ്മൾ ഓപ്പൺ ലിഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്തായിരിക്കും മെഷ് ടൈപ്പിലുള്ളതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ കൂടെ എന്താവും ഗ്യാസസ് പുറത്തേക്ക് പോകും. വെന്റിലേറ്റിംഗ് കോളംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള മാൻഹോൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതലായിട്ടുള്ള വേസ്റ്റ് വാട്ടർ, ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ വരുന്ന ഒരു സ്യൂവർ പൈപ്പ് ലൈൻ ആയി കഴിഞ്ഞാലും നമ്മൾ എവറി 200 to 300 മീറ്റർ വെന്റിലേറ്റിംഗ് കോളംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇത് സ്റ്റീൽ ഓർ കാസ്റ്റ് അയൺ വെച്ചിട്ടുള്ള കോളംസ് ആയിരിക്കും. എബവ് ദ ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ ടോപ്പിലും നമ്മൾ മെഷ് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൽ കൂടെ ബാക്കിയുള്ള എലികളോ ഈ പറയുന്ന പക്ഷികളൊന്നും വന്നിട്ട് അത് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെഷ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. മാക്സിമം ടൈമിൽ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു തരത്തിലായിരിക്കും നമ്മൾ ഈ പറയുന്ന വെന്റിലേറ്റിംഗ് കോളംസ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. മെക്കാനിക്കൽ ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർപ്പസ്ഫുള്ളി പ്രഷറൈസ് ചെയ്ത് മെക്കാനിക്കൽ ഡിവൈസസ് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഗ്യാസ് സക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സക്ക് ചെയ്ത് പുറത്തേക്ക് എടുത്ത് വെൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പം ഇത് നമ്മൾ കൂടുതൽ അക്യുമുലേഷൻ വരുന്ന സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന മെക്കാനിക്കൽ രീതിയിലുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെന്റ് പൈപ്പ് കൊടുക്കുന്നത് കാണാം. ഫസ്റ്റ് വൺ മാൻഹോൾ വിത്ത് ഗ്രേറ്റിംഗിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നിങ്ങൾക്ക് ഇത് പിന്നെ വെന്റിലേറ്റിംഗ് കോളംസ് കാണാം. ദെൻ വെന്റിലേറ്റിംഗ് കോളം ക്യാപ്സിന്റെ ഫിഗറും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ഫിഗറും കൊടുത്തു. ഇത്രയാണ് നമ്മൾ സീവർ അപ്പർട്ടനൻസസ് എന്ന് പറയുന്നത്. അപ്പം ഈ സീവർ അപ്പർട്ടനൻസസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.